ഹലോ നമസ്കാരം. മാനാപ്പമോളേക്കലാണ്. അപ്പോൾ കോഴിക്കോട് യൂണിവേഴ്സിറ്റിൻ്റെ അവിടെ നിന്നും കരിപ്പൂർ എയർപോർട്ടിൻ്റെ ഇടയിൽ ഒരു വീട് വന്നിട്ടുണ്ട്. ഒന്നല്ല, രണ്ട് വീടാണ് ഒരുമിച്ച് നിൽക്കുകയാണ്. 4 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പോൾ സൂപ്പർ വീട് പറഞ്ഞാൽ സൂപ്പർ വീട്. പണി ഇങ്ങോട്ട് കഴിച്ച് വെച്ചേക്കണ്. പാല് കാച്ചിട്ടില്ല, കുടുക്കിയും പാത്രമായിട്ട് നിങ്ങൾ കയറി കണ്ട് ചെന്നാൽ മതി. അത്രയും ഉഷാറാക്കിയിട്ട് വീട് നിർമ്മിച്ച് വെച്ചേക്കാണ്. കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ടീച്ചർമാരും മാഷന്മാരൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ ഒരുപാട് സഹോദരന്മാർ എനിക്ക് വിളിച്ചിന്. അവിടെ കുറഞ്ഞ റേറ്റിനൊക്കെ വീട് കിട്ടാണ്ടോ, പുതിയ വീട് തന്നെ കിട്ടാണ്ട് നിങ്ങൾ ഇനി കുടുക്കി പാത്രമായിട്ടാണ്ട് കയറി കൊണ്ട് വന്നാൽ മതി. ഈ വീട്ടിലേക്ക് 2 വീട് ഒരുമിച്ച് നിൽക്കുകയാണ്. 4 സെൻറ്റ് സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കുഴൽ കിണറുണ്ട്, സാധാ കിണറുണ്ട്. രണ്ടുമാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എന്താ വെച്ചാൽ ഈ 2 വീടിൻ്റെയും ഉൾഭാഗത്തിൻ്റെ ഫുൾ വീഡിയോ ആണ് ഞാൻ ഇതിൽ കാണിക്കാൻ പോണത്. നല്ല സൂപ്പർ വീട് പറഞ്ഞാൽ സൂപ്പർ വീട്. ആകെ പണി പൂർത്തിയാക്കിയിട്ട് 1 വർഷം തന്നെ ഇത് ആയിട്ടില്ല. മൊത്തത്തിൽ പണി തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എൻ്റെ നമ്പറായ 97 47 30 43 വിളിച്ചോളും. ഈ വീടിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസും തരാം. ഇതിൻ്റെ മുതലാളിൻ്റെ നമ്പർ തരാം. നിങ്ങൾ ഡയറക്റ്റായിട്ട് കച്ചവടം നടത്തിക്കോളും. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉൾഭാഗമാണ് നമ്മൾ കാണാൻ പോണത്. അപ്പോൾ നമ്മൾ ഇനി നേരെ ഫസ്റ്റ് വന്ന് കയറുന്ന വീടിൻ്റെ കേട്ടോ, ബാക്കിൽ നിൽക്കണമല്ല, രണ്ടാമത്തെ വീടിൻ്റെ അല്ല, ഫസ്റ്റ് വീടിൻ്റെ വീഡിയോ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ കയറി ചെല്ലുന്നത് സിറ്റ് ഔട്ട്. ഇതിൻ്റെ ഈ വീടിൻ്റെ അപ്പുറം ഇപ്പുറം പിന്നെ ഓരോ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വലുപ്പമുള്ള സിറ്റ് ഔട്ടാണ്. അത്യാവശ്യമൊക്കെ ആളുകൾക്ക് ഇരിക്കാൻ പറ്റിയ ഒരു സിറ്റ് ഔട്ട് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പണി ഇതിൽ ബാലൻസ് ഇല്ല എടുക്കാൻ. അടിപ്പണിയൊക്കെ എടുത്തുണ്ടല്ലോ, സൂപ്പർ പണിയാണ്. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹാളിലേക്ക് കിടക്കുകയാണ്. ഹാള് കണ്ടോളി. ഹാള് നല്ല വലുപ്പമുള്ള ഹാളാണ് കേട്ടോ. നല്ല വൃത്തിയുള്ള പണിയാണ്. അതിൻ്റെ മട്ടം പോലെ തന്നെ ഇതിൻ്റെ പണി ഓലെടുത്ത് വെച്ചിട്ടുണ്ട്. എടുപ്പിച്ചോലും തന്നെ സൂപ്പറായിട്ട് അതിൻ്റെ എടുപ്പിച്ചിരിക്കണ് പണിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഹാളിലാണ്. ഹാള് നല്ല വലുപ്പം കാര്യങ്ങളൊക്കെ അല്ല ഹാൾ തന്നെയാണ്. പിന്നെ ഈ ഹാളിൽ തന്നെ ഒരു കോമൺ ബാത്റൂമും ഉണ്ട്. അതുപോലെ തന്നെ മുകളിലേക്ക് പോകാൻ കോണിയും കാര്യങ്ങളൊക്കെ കണ്ടോളി. ഇനി നമ്മൾ നേരെ 1ാമത്തെ ബെഡ്റൂമൊക്കെ ആണ്. അതിൻ്റെ മുൻപായിട്ട് ഈ കോമൺ ബാത്റൂം ഒന്ന് കാണാം നമുക്ക്. ഹാളിൽ തന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ നല്ല വൃത്തിയുള്ളൊരു ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ 1ാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ്. കണ്ടോളി. ബെഡ്റൂം നല്ല വലുപ്പം കാര്യങ്ങളും ഉള്ള ബെഡ്റൂമാണ്. അപ്പോൾ കോഴിക്കോട് ഭാഗത്തുനിന്നും അതുപോലെ തന്നെ മലപ്പുറം ജില്ലേൻ്റെ പല ഭാഗത്തുനിന്നും നമുക്ക് യൂണിവേഴ്സിറ്റിൻ്റെ അവിടെയൊക്കെ വീട് കിട്ടാണ്ട് വെച്ച ആളുകൾ വിളിച്ചിന്. ഓരോട് പറയാമല്ലോ എന്താ വെച്ചാൽ കുറഞ്ഞ റേറ്റിന് തന്നെയാണ് ഇത് കൊടുക്കുന്നത്. റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഈ ബെഡ്റൂമിൽ നല്ല ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. ഈ ബെഡ്റൂമിൽ കണ്ടോളേ, നല്ല വലുപ്പമല്ലേ ബെഡ്റൂമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബെഡ്റൂമിൽ നമ്മൾ 2ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ നമ്മൾ ഹാളിലേക്ക് എത്തി. ഹാളിൽ നിന്ന് നമ്മൾ 2ാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ്. ഇതാണ് 2ാമത്തെ ബെഡ്റൂം. 2ാമത്തെ ബെഡ്റൂമിൽ തന്നെ നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ്. ഒരു റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ബെഡ്റൂം കണ്ടതിന് ശേഷം നമ്മൾ ഹാളിലേക്ക് പോവുകയാണ്. ഹാളിൽ നിന്ന് മുകളിലേക്ക് കയറി പോകാനുള്ള കോണിയും കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു സിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരെ ചെല്ലുന്നത് കിച്ചണിലേക്കാണ്.
കിച്ചണാണ്, അങ്ങനെ സൂപ്പർ കിച്ചണാണ്. കിച്ചൻ്റെ ഈ അടിയിൽ തട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അരി അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ ഈ തട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റോർ റൂമിൻ്റെ ആവശ്യമില്ല. ശരിക്കും പറയുകയാണെങ്കിൽ നല്ല വൃത്തിയും കാര്യങ്ങളും സിങ്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ അടുപ്പാണ്, അടുപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഈ കിച്ചൺ കഴിഞ്ഞാൽ അടുത്ത വീടിൻ്റെ ഇതിലേക്കാണ് പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ വീടും തന്നെ ഫുള്ള് വീഡിയോ ആണ് ഇനി അടുത്ത് നമ്മൾ കാണിക്കാൻ പോണത്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഒന്നാമത്തെ വീടിൻ്റെ ഫ്രണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി നേരെ പോണത് രണ്ടാമത്തെ വീടിലേക്കാണ്. രണ്ടാമത്തെ വീട് നോക്കുകയാണ് നിങ്ങൾ, നല്ല എന്താ പറയുക, നല്ല വൃത്തി, അതുപോലെ തന്നെ നല്ല നല്ല രസമുണ്ട് വീട് കാണാൻ. അപ്പോൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ നിൽക്കുന്ന മാഷന്മാർ ടീച്ചർമാരൊക്കെ ഉണ്ടെങ്കിലേ, അതുപോലെ തന്നെ അവിടെ ഞോലനാണെന്നില്ല കേട്ടോ, നാട്ടിലുള്ള എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് അവിടെ നിന്ന് വിളിച്ചിന്, അവിടെ നിന്നൊക്കെ വീട് കിട്ടാണ്ട് വെച്ചുകൊണ്ട് ആ ഭാഗത്ത്. അപ്പോൾ വന്നോളി, ഒരിക്കലും നിങ്ങൾക്ക് ഇത് നഷ്ടമാവില്ല, നല്ല വൃത്തിയുള്ള വീടാണ്. അപ്പോൾ നമ്മൾ നേരെ കയറി ചെല്ലുന്നത് സിറ്റ് ഔട്ടിലേക്കാണ്. ഈ സിറ്റ് ഔട്ട് മറ്റേ സിറ്റ് ഔട്ട് മാതിരിയല്ല, ഒരൊറ്റ ഒരു ഇരിപ്പിടം മാത്രമേ ഉള്ളൂ ഇതിന്മേ. പിന്നെ ഈ വീട്ടിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ വരൂല യൂണിവേഴ്സിറ്റിക്ക്, അത്രയും അടുത്താണ്. ഇവിടെ യൂണിവേഴ്സിറ്റീൻ്റെ അവിടെ വീടുണ്ടോ ചോദിച്ചാൽ ഒരുപാട് ആളുകളുണ്ടതിന്, ഓലൊക്കെ അത് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കണേ. ഇതിന് 29 ലക്ഷമാണ് പറയണത് കേട്ടോ. ചെറുതായിട്ട് എന്തെങ്കിലും കുറയും, വല്ലാതെ കുറയില്ല. അപ്പോൾ എന്തായാലും പണിയൊക്കെ നല്ല വൃത്തിയും കാര്യങ്ങളും നല്ല അടിപൊളി പണിയാണ്. അപ്പോൾ നമ്മൾ ഇനി എന്തായിട്ടാണ് സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ നേരെ ഹാളിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. അപ്പോൾ ഈ വീട് വേണ്ടവർ എൻ്റെ നമ്പറായ 97 47 37 30 43 വിളിച്ചോളിയും. പിന്നെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഹാളിലാണ്. ഹാള് നല്ല വലിപ്പം കാര്യങ്ങളൊക്കെ ഉള്ള ഹാളാണ് കേട്ടോ. നല്ല വലിപ്പം കാര്യങ്ങളൊക്കെ ഉള്ള ഹാളാണ്. ഇതൊക്കെ ഹാൾ തന്നെയാണ്. ഹാള് നല്ല നീണ്ട് കിടക്കുകയാണ്. പിന്നെ എന്താ വെച്ചാൽ മറ്റേ വീടും ഈ വീടും ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. റൂമും കാര്യങ്ങളൊക്കെ ഒരേ അളവ് തന്നെയാണ്, പക്ഷേ ഒരേ ഇതിലല്ല, ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഹാളിൽ ഒരു കോമൺ ബാത്റൂമുണ്ട്. ഇതിൻ്റെയൊക്കെ ടൈല് തിളങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്, അടിപൊളിയാണ് ബാത്റൂമിൻ്റെ. ഇനി നമുക്ക് എന്തായിട്ടാണ് ഹാളിൽ നിന്ന് നമ്മൾ നേരെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ ബെഡ്റൂമൊക്കെ നിങ്ങൾ നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. നല്ല വലിപ്പമുണ്ട് പറഞ്ഞാൽ നല്ല വലിപ്പമുണ്ട്. അപ്പോൾ നമ്മളിഞ്ഞ് എന്ത് ചെയ്യാണ്, ഈ ബെഡ്റൂമിൽ നിന്ന് നേരെ നമ്മളിഞ്ഞ് വീണ്ടും ഹാളിലേക്ക് പോവുകയാണ്. ഹാളിൽ നിന്ന് നമ്മളിഞ്ഞ് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ തന്നെ മറ്റേ ബെഡ്റൂമിൻ്റെ അതേമാതിരി തന്നെ നല്ല വലിപ്പം കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബെഡ്റൂം തന്നെയാണ്. പിന്നെ ഇതിലൊരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് കേട്ടോ. ഇതിൽ ഇനി ഒന്നും വേണ്ട നിങ്ങൾക്ക്, ഇതിലൊരു പണി എടുക്കുക, നിങ്ങൾ കുടുക്കിയും ബാത്റൂമായിട്ടും വരിക, എന്നിട്ട് കയറി കുത്തിരിക്കുക. നമുക്ക് ഈ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. കണ്ടങ്ങൾ നല്ല അടിപൊളി ബാത്റൂമും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ വീണ്ടും ഹാളിലേക്ക് പോയി. ഹാളിൽ നിന്ന് നമ്മൾ നേരെ കിച്ചണിലേക്കാണ്. കിച്ചണിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഒരു കാര്യം, കിച്ചണിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ കുറച്ച് വർക്കുകൾ എടുക്കാനുണ്ട്. ഗ്യാസ് കാര്യങ്ങൾ വെക്കാനുള്ളതും അതുപോലെ തന്നെ തട്ടുകളായിട്ട് ഉണ്ടാക്കാനുള്ള കുറച്ച് പണികൾ ബാക്കിയുണ്ട്. അത് പാർട്ടിക്കാർ വരുമ്പോഴത്തേനും ഒരു റെഡിയാക്കി തരും കേട്ടോ. അപ്പോൾ ഈ വീട് വേണ്ടവർ എൻ്റെ നമ്പറായ 97 47 30 30 43 വിളിച്ചോളി. വിളിച്ചിട്ട് കിട്ടണമെങ്കിൽ അതിൽ വാട്സപ്പ് ഉണ്ട്, അതിൽ മെസ്സേജ് അയച്ചാലും മതി. പിന്നെ പാർട്ടിൻ്റെ നമ്പർ ഞാനങ്ങോട്ട് തരാം. അപ്പോൾ പിന്നെ ചെറുതും വലുതുമായ സ്ഥലമായാലും വീടാണെങ്കിലൊക്കെ നമ്മൾ ചാനൽ ഫോളോ ചെയ്ത് വെച്ചോളൂ കേട്ടോ. പിന്നെ കിണർ ഞാൻ കാണിക്കണില്ല, കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് ലെങ്ത്ത് കൂടി. അപ്പോൾ ഇതിൽ 2 കിണറുണ്ട്, ഒന്ന് കോയൽ കിണറും ഉണ്ട്, ഒന്ന് സാധാ കിണറും ഉണ്ട്.
4 സെൻറ്റ് സ്ഥലമാണ്. അപ്പോൾ നമ്മളെ ചാനലൊക്കെ ഫോളോ ചെയ്ത് വെച്ചോളി.